ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയും വെച്ച് എങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മൈദാപ്പൊടി. അതുപോലെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയെ 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളുത്ത വെള്ളമൊക്കെ എത്ര വേണോ അത്രയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1-2 സ്പൂൺ അളവിന് ഞാൻ ചേർക്കുന്നുണ്ട്. എള്ള ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് 2 സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ വേണമെങ്കിൽ എണ്ണ ചേർക്കാം, നമുക്ക് ഇല്ല നെയ്യ് വേണമെങ്കിൽ നെയ്യ്, അത് അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനെക്കാട്ടിൽ ശകലം കൂടെ കട്ടിയായിട്ടിരിക്കണം. ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ മുളക് പൊടിയും എരിവിന് വേണമെങ്കിൽ ശകലം കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. നമുക്കിനി ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് മാവ് കുഴച്ചെടുക്കാം. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. കുറേശ്ശെ ഇങ്ങനെയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി ലൂസും ആകരുത്, ഒത്തിരി അങ്ങ് ടൈറ്റും ആകരുത്, ആ രീതിയിലിരിക്കണം. അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അടച്ചു വയ്ക്കാം. ഇത് അടച്ചൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊരു സ്പൈസി പൗഡർ വേണം. നമുക്കത് കൂടെ റെഡിയാക്കി വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. സ്പൈസി പൗഡർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട്. ഇതൊരു ശകല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒത്തിരി വേണ്ട, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയെ, ഒരു 1/4 ടീസ്പൂണിൽ നിന്ന് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതും ഇതിനകത്തോട്ടിടാം. പിന്നെ നമുക്കൊരു ശകലം ഉപ്പ്, ഒത്തിരി ഉപ്പ് വേണ്ട, നമ്മുടെ മാവിന് നമ്മൾ ഉപ്പ് ഇട്ട കാരണം ശകലം ഉപ്പ്, ഇതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഞാനിത് 2 ഉരുണ്ടകളായിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഷേപ്പ് വേണം, നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാമേ. ഇപ്പം ഞാനിതിങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്ത് ഇടുകയാണ്. കണ്ടിങ്ങനെ നമുക്കെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിടാം. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിടാം. ഒത്തിരി അങ്ങ് നീളമാകല്ല, എല്ലാം ഒരേ ഷേപ്പിലൊക്കെ വരണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വറുത്തെടുക്കുമ്പോൾ ചിലത് വെന്തും ചിലത് വേകാതെയൊക്കെ ഇരിക്കും. എന്തോ അമ്മ നോക്കുന്നു, എൻ്റെ അമ്മ എവിടെയും നോക്കുക. നമുക്കെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം.
അങ്ങനെ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്പൈസി മിശ്രിതം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുടഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് കുലുക്കി എടുക്കണം. നമ്മൾ ഉപ്പേരിയൊക്കെ വറുത്തിട്ട് ഉപ്പ് വെള്ളം തിളയ്ക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ സ്പൈസി പൗഡർ അതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കണം. അത്രയേ ഉള്ളൂ, ഈസി മെത്തേഡാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്കിതൊക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ സ്പൈസി ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുക. ഇല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ട് പൊടിച്ച് ആഡ് ചെയ്തിട്ട് ഇത് വറുത്തെടുക്കാം. അതും ഒരു നല്ല ടേസ്റ്റാണ്. കളറിന് വേണമെങ്കിൽ നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതെടുപ്പ് ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പൈസിയായ ഈസി 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.